ലോക മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന പ്രവർത്തികളാണ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തി കഴിഞ്ഞ ദിവസം ഗസയിലെ റഫേൽ ഇസ്രായേൽ നടത്തിയത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. ഓരോ തവണയും ഇസ്രായേൽ ലംഘിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുമോ? ചെവികളിൽ മുഴങ്ങുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലും ചേതനയേറ്റ ശരീരവും കണ്ടില്ലെന്ന് നടിക്കാൻ ലോക ജനതയ്ക്ക് എത്ര കണ്ടാവും? ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമാനതകളില്ലാത്ത ഐക്യദാർഢ്യമാണ് റഫേലെ ജനങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നത്. എല്ലാ കണ്ണുകളും റഫേലേക്ക് എന്ന ഹാഷ്ടാഗിൽ നിരവധി പേരാണ് ഗസയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്. വെറും 24 മണിക്കൂറിനിടെ 3.5 കോടിയിലധികം ആളുകളാണ് എല്ലാ കണ്ണുകളും റഫേലേക്ക് എന്ന ഹാഷ്ടാഗ് പങ്കുവെച്ചത്. ചലച്ചിത്ര താരങ്ങളും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായത്. മലയാള ചലച്ചിത്ര താരങ്ങളായ ബേസിൽ ജോസഫ്, ദുൽഖർ സൽമാൻ, പാർവതി, നിഖില വിമൽ, ഷെയ്ൻ നിഗം തുടങ്ങി നിരവധി പേരാണ് പോസ്റ്റർ ഷെയർ ചെയ്ത് ഗസക്ക് ഐക്യദാർഢ്യം അറിയിച്ചത്. ആലിയ ഭട്ട്, റിച്ച ഛദ്ദ, സ്വര ഭാസ്കർ, ജൗഹർ ടാൻ, രാധിക ആപ്തെ, വരുൺ ധവാൻ, ഫാത്തിമ സന ഷെയ്ഖ്, ഹണി സിംഗ് തുടങ്ങി മറ്റു ഇന്ത്യൻ താരങ്ങളും ഈ പോസ്റ്റർ പങ്കുവച്ചിരുന്നു. AI സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ചിത്രമാണ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത്. ചിത്രം ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലുമാണ് കൂടുതലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഓക്യുപൈഡ് ഫലസ്തീനിയൻ ടെറിട്ടറി അഥവാ OPTയുടെ ഡയറക്ടറായ ഡോക്ടർ റിക് പീപ്പർകോൺ ഫെബ്രുവരിയിൽ നടത്തിയ ഒരു പ്രസ്താവനയിൽ നിന്നാണ് ഓൾ ഐസ് ഓൺ റാഫ എന്ന മുദ്രാവാക്യം ഉടലെടുത്തത്. റഫേലെ സൈനിക ഇടപെടൽ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന ICJ ഉത്തരവിന് പുല്ല് വില പോലും കൽപ്പിക്കാതെയാണ് റഫേൽ അടക്കം മനുഷ്യരെ പച്ചക്ക് കത്തിക്കുന്ന ക്രൂരത ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെടിയുണ്ട തുളച്ചു കളഞ്ഞ കുഞ്ഞിന്റെ തലയും പിടിച്ചു നിൽക്കുന്ന രക്ഷാപ്രവർത്തകരും കഴുത്തറ്റുപോയ ഉടലിൽ ബാക്കിയായ കുഞ്ഞുമകളുടെ ശരീരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പിതാവും തുടങ്ങി നിരവധി മനസ്സുമടുക്കുന്ന കാഴ്ചകളാണ് റഫേൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഗസയ്ക്കായി ലോക ജനത തുടരുന്ന ഈ ഐക്യദാർഢ്യം ഫലം കാണുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.